സെക്കൻഡ് ഫേസിൽ വിജയിച്ച ഗോണിനെയും ഫ്രണ്ട്സിനെയും കാണിച്ചിട്ടാണ് നമ്മളെ ഏഴാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. അങ്ങനെ സെക്കൻഡ് ഫേസ് കഴിഞ്ഞ് തേർഡ് ഫേസിലേക്ക് പോകുന്ന ഒരു എയർഷിപ്പിനെയാണ് നമ്മൾ കാണുന്നത്. അതിലെ 100 അസോസിയേഷൻ മെമ്പേഴ്സും ഉണ്ട്. പിന്നെ സെക്കൻഡ് ഫേസിൽ വിന്നായ 42 പാർട്ടിസിപ്പൻസും ഉണ്ട്. നമ്മളെ ചെയർമാൻ എത്ര പറയാണ് ഈ ഒരു ഫ്ലൈറ്റ് തേർഡ് ഫേസിലെത്താൻ 8 മണിക്കൂറോളം എടുക്കും, അതുവരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം എന്നുകൂടി പറയാണ്. അതിനിടക്കാണ് നമ്മളെ കുറാപ്പിക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായത്, ഈ ഒരു 100 എക്സാമിൽ എത്ര ഫേസുകൾ ഉണ്ടെന്ന്. ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വരുന്നത് നമ്മളെ ടോംപസാനാണ്. അപ്പോൾ ടോംപ പറയുന്നുണ്ട്, ഞാൻ ഇതിലുള്ള കാലത്തോളം 5-6 ഫേസൊക്കെ നടക്കാറുണ്ടെന്ന്. അതിനുശേഷം നമ്മൾ കാണുന്നത് എയർഷിപ്പിൽ നിന്ന് പുറത്തേക്ക് നോക്കി ഭംഗി ആസ്വദിക്കുന്ന ഗോണിനെയും കിലുവയെയുമാണ്. കിലുവയുടെ ഫാമിലി ആരാണെന്ന് ഗോൺ ചോദിച്ചപ്പോൾ കിലുവ അതിനുത്തരമായി അവർ അസാസിനാണെന്നും പറയുന്നുണ്ട്. അതിനുശേഷം ചെയർമാൻ എട്രോ ഇവരെ ഒരു ചലഞ്ചിനും വിളിക്കുന്നു. ചെയർമാന്റെ കയ്യിൽ നിന്ന് ആ ഒരു ബോൾ മേടിക്കുകയാണെങ്കിൽ അവരെ എക്സാം അറ്റൻഡ് ചെയ്യാണ്ട് തന്നെ 100 ആക്കി മാറ്റും എന്നൊരു ഓഫറാണ് ഇരുന്നത്. പക്ഷേ ഗോണും കിലുവും തന്നെ അതിൽ നിന്ന് ഫെയിൽ ആവാണ്. 100 എക്സാമിലെ തേർഡ് ഫേസിനെ ലക്ഷ്യമാക്കി പോകുന്ന എയർഷിപ്പിനെ കാണിച്ചുകൊണ്ടാണ് ഏഴാമത്തെ എപ്പിസോഡ്